ചേട്ടാ, നമ്മൾ ഡൽഹിയെ പറ്റി കേൾക്കുമ്പോഴൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് അവിടുത്തെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക പരിഗണന എന്ന് പറയുന്നത്. കാരണം ബസ്സിൽ ഉൾപ്പെടെ അവർക്ക് ടിക്കറ്റ് എടുക്കണ്ട, മെട്രോയിലാണെങ്കിലും ട്രെയിനിലാണെങ്കിലും എക്സ്ട്രാ ഒരുപാട് പരിഗണന അവിടെ നൽകുന്നുണ്ട്. സ്ത്രീകൾക്ക് വേണ്ടി ഒരുപാട് സംവരണ സീറ്റുകൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ ഡൽഹിയിൽ നിന്ന് തന്നെ ഒരു വാർത്ത വരികയാണ്. അവിടെ ഒരു മെട്രോയിൽ ഒരാൾ ഒരു സ്റ്റേഷനിൽ നിന്ന് കയറി, എന്നിട്ട് പുള്ളി ഒരു സീറ്റിലിരുന്നു. എന്നിട്ട് ഒരു സ്ത്രീ എന്ന് എഴുന്നേറ്റ് തരുമെന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, ഇതെൻ്റെ സീറ്റാണ്, ഞാൻ വിട്ടു തരില്ല എന്ന് പറഞ്ഞ് ആ സീറ്റിലിരിക്കുകയാണ്. എന്നിട്ട് അപ്പോൾ അദ്ദേഹം പറയാ, സ്ത്രീ സംവരണ സീറ്റോ, ഇതൊക്കെ എന്താ എനിക്കറിയില്ല, ഇത് ഞാനിരുന്നു, ഇനി ഇത് എൻ്റെ സീറ്റാണ്, ഞാൻ ഇറങ്ങുന്നവരെ ഞാനിത് വിട്ടു തരില്ല. ഓക്കെ, അവർ സമ്മതിച്ചു, ഇരുന്നോ, പ്രശ്നമില്ല, അവരാരും പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല. പിന്നെ പുള്ളി ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ എല്ലാവരും കണ്ടിട്ടുള്ള കാര്യമാണ്, നമ്മളൊരു സാധനത്തിൽ എനിക്കിത് വേണമെന്നും പറഞ്ഞിരുന്ന് ഫൈറ്റ് ഒന്നും നടക്കാതെ നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നുള്ള കാര്യമാണ് ഒരു ഞാനിത് വിജയിച്ചു എന്ന രീതിയിലേക്ക് ഇരുന്ന് വായത്താളം അടിക്കുകയാണ് പുള്ളി. നേടിയെടുത്തു. അതെ, ഞാൻ നേടിയെടുത്തു എന്ന രീതിയിലേക്ക് വായത്താളം അടിക്കുകയാണ്. അവിടെ നിന്ന് സ്ത്രീകളെയൊക്കെ സംബോധന ചെയ്തുകൊണ്ട് പറയുകയാണ്, ഹേയ് സ്ത്രീകളെ, ഞാനിവിടെ ഇരുന്നു, ഇതെന്റെ സീറ്റാണ്, ഇവിടെ സംവരണമൊന്നും ഇല്ല, ആ ഒരു രീതിയിലേക്കൊക്കെ ഇരുന്ന് പ്രസംഗിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ചിരി വരിക എന്നുള്ളതല്ല. ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ തന്നെ ഒരു മെട്രോയിലൊരു അതിൻ്റെ ആയിട്ടുള്ള ഒരു കോച്ചിൻ്റെ ഒരു പൈലറ്റ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അത് അവിടുത്തെ മെട്രോയുടെ പ്രത്യേകതയായിരിക്കാം, നമുക്കറിയില്ല. ഇവിടെ മെട്രോയിൽ നമ്മളങ്ങനെ കണ്ടിട്ടില്ല, മെട്രോയുടെ അകത്ത് നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ അദ്ദേഹം വരെ ചിരിക്കുകയാണെന്നാണ് പറയുന്നത് കേട്ടിട്ട്, പുള്ളിയുടെ ഒരു വാഗ്ദാനം കേട്ടിട്ട്. അവസാനം എന്തായി, സീറ്റ് ഇയാളുടെ സ്റ്റേഷൻ എത്തിയിട്ട് പുള്ളി എഴുന്നേക്കാൻ നേരം അവിടെ നിന്നൊരു സ്ത്രീ പറഞ്ഞു, അവിടെ ഇരിക്കൂ, എഴുന്നേക്കണ്ട, പോകണ്ടെന്ന് പറഞ്ഞു. അവർ വിട്ടില്ല. പുള്ളി പറയുന്നുണ്ട്, എൻ്റെ സ്റ്റേഷൻ എന്താ, എനിക്ക് ഇറങ്ങണം. പറയാം, ഇത്രയും നേരം ഇരുന്ന് ആസ്വദിച്ചല്ലേ, ഈ മെട്രോ സ്റ്റേഷൻ തീരുന്നവരെ അവിടെ തന്നെ ഇരുന്നോളാം, അതെ, ഇരുന്ന് ആസ്വദിച്ചു, കുഴപ്പമൊന്നുമില്ല, ആ ഒരു രീതിയിലാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇനിയിപ്പോൾ നമ്മുടെ സംസ്ഥാനത്തേക്ക് വരികയാണെങ്കിലും നമ്മൾ ഈ ഒരു രീതിയിൽ സീറ്റിന്റെ അടികൾ കൂടുതൽ കണ്ടിട്ടുള്ളത് ബസ്സിലാണത്. ട്രെയിനിൽ കൂടുതലായിട്ടും, ട്രെയിനിൽ ഓൾറെഡി ഒരു ലേഡീസ് കമ്പാർട്ട്മെന്റ് ഉള്ളത് കൊണ്ട് ഇനി അതിൻ്റെ അകത്ത് വളരെ അടികളാണെങ്കിലും സ്ത്രീകൾ തമ്മിലായിരിക്കും, പ്രശ്നമില്ല. ബാക്കി ജനങ്ങളൊന്നും നമ്മൾ അത്രത്തോളം ഈ ഒരു സംവരണത്തിന്റെ പേരിലൊന്നും നമ്മൾ അങ്ങനെ അടി കണ്ടിട്ടില്ല. കൂടുതലും നമ്മൾ കാണുന്നത് എവിടെയായിരിക്കും, ബസ്സിലായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കഥ ഇതിൽ നമുക്ക് ചിരിക്കാനൊന്നും പറയാൻ പറ്റില്ല, ആ ഒരു രീതിയിലായിപ്പോയി. എല്ലാവരും ഭയങ്കര ആസ്വദിച്ചിട്ടാണ് ആ ഒരു മെട്രോയിലുള്ള രസകരമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. അത് ഇത്തരത്തിലുള്ള ചില വിദ്വാൻമാർ എല്ലായിടത്തും ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം സ്ത്രീകളുടെ സീറ്റിൽ അംഗപരിമിതരായിട്ടുള്ള ആളുകളുടെ സീറ്റിലൊക്കെ ആരും ഇരുന്നിട്ട് എണീക്കാൻ സൗകര്യമില്ല. എന്താ എഴുന്നേക്കേണ്ട കാര്യം എന്താ? സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കൊമ്പുണ്ടോ, സ്ത്രീകൾക്ക് എന്താ കൊമ്പുണ്ടോ, പുരുഷന്മാർക്കുള്ള പോലെ തന്നെയല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഈ വലിയ രീതിയിൽ സംസാരിക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ സംവരണ സീറ്റ് എന്ന് പറയുമ്പോൾ ഈ ഡൽഹി മെട്രോയിലാണെങ്കിൽ, അല്ല മെട്രോയിൽ തന്നെ ലേഡീസിന് വേണ്ടിയിട്ട് എഴുതി വെച്ചിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ലേഡീസ് എന്നുള്ളത്. അതിൻ്റെ അപ്പുറത്തേക്ക് ഈ അല്ലാത്ത സീറ്റുകളുണ്ടല്ലോ, അവിടെ ഇരിക്കുമ്പോൾ നമ്മൾ റിക്വസ്റ്റ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും ശരീരം ബുദ്ധിമുട്ടുണ്ടെന്ന് എഴുതിയിട്ട് തരുമോ, അല്ലെങ്കിൽ തന്നെ പറയുന്നുണ്ട്. ഈ നമ്മുടെ ഇവിടുത്തെ മെട്രോയിൽ തന്നെയാണെങ്കിൽ വിളിച്ചു പറയുന്നത് കേൾക്കാമല്ലോ, ഒരു മുതിർന്ന പൗരൻ വരുമ്പോൾ എഴുന്നേറ്റ് കൊടുക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്, നിങ്ങൾ തന്നെ നിർവഹിക്കുക. അല്ലെങ്കിൽ എഴുന്നേറ്റ് കൊടുത്തില്ലെങ്കിൽ കുറ്റം ഉണ്ടെന്നൊന്നുമല്ല, അത് നിങ്ങളുടെ ഒരു കടമയാണ്, നിങ്ങൾ എഴുന്നേറ്റ് കൊടുക്കുക, എന്നിട്ട് നല്ല സുഖകരമായ യാത്ര തുടരുക എന്ന രീതിയിലൊക്കെ പറയാറുണ്ട്. അല്ല, അതൊരു മര്യാദ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതുപോലെ പല സ്ഥലങ്ങളിലും പല ബസ്സുകളിലും ഒക്കെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. എന്തിനാണ് ഇത്തരത്തിലുള്ള സംവരണ സീറ്റുകൾ കൊടുക്കുന്നതെന്നുള്ള ചോദ്യം ഉണ്ടാകും. പക്ഷെ പലപ്പോഴും നമുക്കറിയാം, നമ്മുടെ പിന്നെ ബസ്സായാലും ട്രെയിൻ ആയാലും ഒക്കെ സ്ത്രീകളോട് വലിയ തിരക്കിൻ്റെ ഇടയിൽ പെട്ട് കഴിഞ്ഞാൽ അവരെ എങ്ങനെയെങ്കിലും ഒന്ന് തോണ്ടാനോ ഒന്ന് കൈവെക്കാനോ ഒക്കെ ശ്രമിക്കുന്ന ആളുകളുണ്ട്. ഇല്ല എന്ന് പറഞ്ഞ കാര്യമില്ല, ഉണ്ട്. എല്ലാ ആളുകളും അങ്ങനെയാണെന്നല്ല, പക്ഷെ അങ്ങനെയുള്ള ആളുകളും ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ അവർക്ക് കംഫർട്ടായിട്ട് ഇരിക്കാൻ ഒരു സ്ഥലം എന്നുള്ള നിലയ്ക്കാണ് ഇത്തരത്തിലുള്ള സീറ്റുകൾ റിസർവ് ചെയ്യുന്നത്. ആ റിസർവേഷൻ കൊണ്ട് പൂർണ്ണമായ പരിഹാരം ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ രണ്ട് സ്ത്രീകൾ ഈ പറയുന്ന പോലെ ഒരു പ്രശ്നവുമില്ലാതെ ഇരിക്കുന്നുണ്ടല്ലോ എന്നുള്ളതാണ് ഇതിന്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഇപ്പം ഞാനൊരു കാര്യം പറയാം, അതായത് ഇത് ഒരു റിസർവേഷനുമായി ബന്ധപ്പെട്ട കാര്യമല്ല. എൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള ഒരു മാധ്യമപ്രവർത്തക, ഈ മാധ്യമപ്രവർത്തക ഒരു ബസ്സിൽ യാത്ര ചെയ്യാണ്. അത് അവർ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയ സമയത്ത് KSRTC ബസ്സിലാണ് കയറിയത്. 3 പേര് ഇരിക്കുന്ന സീറ്റിൽ അവർ കയറിയപ്പോൾ അതിഭയങ്കരമായ തിരക്കാണ്, നല്ല തിരക്കുണ്ട്. അങ്ങനെ തിരക്കുള്ള സമയത്ത് തൊട്ടിപ്പുറത്ത് ഒരു സീറ്റ് കണ്ടു. ആ സീറ്റിൽ 2 സ്ത്രീകൾ ഇരിക്കുന്നുണ്ട്, ഒരു പുരുഷൻ ഇപ്പുറം, ഒരു സ്ത്രീ പിന്നെ അറ്റത്തും ഒരു പുരുഷൻ നടുക്കും, ഒരു സ്ത്രീ തൊട്ട് അറ്റത്തുമായിട്ടാണ് ഇരിക്കുന്നത്. 3 പേര്. നേരെ മുമ്പിലുള്ള സീറ്റിൽ ഒരു സ്ത്രീയും 2 പുരുഷന്മാരും ഇരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീ അവിടെ എഴുന്നേറ്റു. അവരുടെ സ്റ്റോപ്പ് ഇറങ്ങി.
പക്ഷേ ഈ പറയുന്ന എൻ്റെ സുഹൃത്തുക്കളുടെ മാധ്യമ പ്രവർത്തക അവിടെ പിന്നെ എന്ത് ചെയ്തു, അവിടെ ഇരിക്കാൻ നോക്കിയ സമയത്ത് അത് നടന്നില്ല. കാരണം ഈ തിക്കി തിരക്കി അങ്ങോട്ട് പോകേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഭയങ്കര എന്താണ് ഈ പറയുന്ന പോലെ സ്ത്രീകളാകുമ്പോൾ കുറെ ബുദ്ധിമുട്ടുള്ളൊക്കെ അനുഭവിക്കുമല്ലോ, തൊഴിലും പിടിക്കലോ ഒക്കെ അനുഭവിക്കുക. അപ്പം അത്തരത്തിലായതുകൊണ്ട് കംഫർട്ടായിട്ട് ഇരിക്കാൻ വേണ്ടി ഇയാളോട് പറഞ്ഞു, ഒന്ന് എഴുന്നേറ്റ് നിങ്ങൾ അപ്പുറത്തെ സീറ്റ് ഇരിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഇല്ല ഞാൻ ഇരിക്കാൻ തയ്യാറല്ല, കാരണം എനിക്ക് ഇവിടെ തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞു. അപ്പം KSRTC കണ്ടക്ടർ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഒന്ന് എഴുന്നേറ്റ് അങ്ങോട്ട് മാറിക്കൊടുത്താൽ അവർക്കാർ ഇരിക്കാമല്ലോ, സ്ത്രീയല്ലേ, ഒന്നാ പരിഗണന കൊടുത്തോളൂ എന്ന് ചോദിച്ചപ്പോൾ പറ്റില്ല, എനിക്കിവിടെ തന്നെ ഇരിക്കണം, ഇത് എൻ്റെ സീറ്റാണ് എന്ന് പറഞ്ഞ് 2 സ്ത്രീകളുടെ ഇടയിൽ പുള്ളിക്കാരൻ ഇരിക്കുകയാണ്. അപ്പം ആ 2 സ്ത്രീകൾ ആരാണ് എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ അറിയില്ല, അതെന്തോ ആവട്ടെ, അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ കണ്ടക്ടർക്ക് ദേഷ്യം പിടിച്ചു. കണ്ടക്ടർ പറഞ്ഞു, ശരി നിങ്ങൾ അവിടെ തന്നെ ഇരുന്നോളൂ എന്ന് പറഞ്ഞിട്ട് തൊട്ട് മുമ്പിലുള്ള 2 ഈ പറയുന്ന 2 പുരുഷന്മാരുണ്ടല്ലോ, ആ 2 പുരുഷന്മാരുടെ ഒന്ന് എഴുന്നേൽക്കാവോ എന്ന് ചോദിച്ചു. ഈ പുരുഷന്റെ തൊട്ടിപ്പുറത്തുള്ള 2 സ്ത്രീകളോടും ഒന്ന് എഴുന്നേൽക്കാവോ എന്ന് ചോദിച്ചു. അവരെ എഴുന്നേൽപ്പിച്ചിട്ട് തൊട്ട് മുമ്പിൽ കൊണ്ട് ചിരുത്തി ഈ 2 പുരുഷന്മാരെ അപ്പുറത്തോട്ട് എന്നിട്ട് ഈ എന്റെ സുഹൃത്തുക്കളുടെ മാധ്യമപ്പുറത്തോട് മുമ്പിൽ ഇരുന്നോളാം, ഈ 2 സ്ത്രീകളോട് ഒപ്പം ഇരുന്നോളാം. ഇത് കണ്ട് ഈ മനുഷ്യൻ വണ്ടടിച്ചതുപോലെ ഇരുന്നു എന്നാണ് കേട്ട കഥ. കാരണം ഇദ്ദേഹം വിചാരിച്ച കാര്യങ്ങളൊന്നും നടന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ചില ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇപ്പം ഒരു ഗർഭിണി വന്ന് ബസ്സിൽ കയറിയാൽ, ഞാൻ എത്ര ബുദ്ധിമുട്ടി ബസ്സിലിരിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ പോലും, എനിക്ക് ഭയങ്കര ശാരീരിക ക്ഷീണം ഉണ്ടെങ്കിൽ പോലും ഞാൻ അവിടെ നിന്നിട്ട് പോകും. അതെന്താണെന്ന് വെച്ചാൽ എന്നെ പ്രസവിച്ചത് ഒരമ്മയാണ്. ഒരമ്മയാകുമ്പോൾ ഒരു ഗർഭസ്ഥാവസ്ഥയിൽ ഇരിക്കുന്ന സമയത്ത്, ഒരു കുട്ടിയെ ചുമക്കുന്ന സമയത്ത് അവർക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളത് സാമാന്യം ചിന്തിച്ചാൽ മനസ്സിലാവും. ആ നിൽക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ആ സമയം നമ്മൾ എഴുന്നേറ്റ് കൊടുക്കുക തന്നെ വേണം. അതുപോലെ തന്നെ പ്രായമായിട്ടുള്ള അമ്മമാർ, പ്രായമായിട്ടുള്ള ആളുകളൊക്കെ വരുന്ന സമയത്ത് അവർ നമ്മളെക്കാൾ ഒരുപാട് ജീവിതം കഴിഞ്ഞിട്ട് അവസാനത്തെ നാളുകളിൽ എത്തി നിൽക്കുന്ന ആൾക്കാരാണ് വന്ധ്യവയോധികർ എന്ന് പറയുന്ന ആൾക്കാർ. ഇപ്പൊ നമുക്ക് പറയാൻ ചോദിക്കാൻ പാടില്ല, നാളെ ഞാൻ ഉണ്ടാകുമോ നീ ഉണ്ടാകുമെന്ന് അറിയില്ല. അതൊക്കെ ശരിയാണ്. എങ്കിലും അവരെന്ന് പറയുന്നത് പ്രായമായ ശരീരത്തിന് ബുദ്ധിമുട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവർക്ക് നമ്മൾ എഴുന്നേറ്റ് കൊടുക്കുക എന്നുള്ളതാണ് മര്യാദ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് എഴുന്നേറ്റ് കൊടുക്കാറുണ്ട്. അതുപോലെ ഒരുപാട് ആളുകൾ ചെയ്യാറുണ്ട്. പക്ഷെ എന്നാലും ഇത്തരത്തിൽ ചെയ്യാത്ത കുറെ ആൾക്കാരുണ്ട്. അതിൽപ്പെട്ട ഒരു മൈൻഡ് സെറ്റ് ഉള്ള ഒരാളാണ് ഈ പറയുന്ന പോലെ ഇപ്പം ആദ്യം പറഞ്ഞതുപോലെ ആ ഡൽഹി മെട്രോയിൽ സംഭവിച്ചത്. കാരണം സ്ത്രീകളുടെ സീറ്റാണ്, അങ്ങനെ ഒരു സീറ്റ് ഉണ്ടോ, ഞാൻ ഇവിടെ കയറിയിരുന്നിരിക്കുന്നു, ഞാനിതാ അവിടെ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ടാവില്ല. അത് സ്ത്രീകളുടെ ഈ ലേഡീസ് എന്ന് പറയുന്ന ആ രീതിയിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവില്ല. നമ്മൾ നേരത്തെ പറയുന്ന പോലെ ഈ മുതിർന്നവർക്കാണെങ്കിലും ഗർഭിണികൾക്ക്, സ്ത്രീകൾക്ക് ഇതൊക്കെ സംവരണം വരെ എഴുതി വെച്ചിട്ടുണ്ട്. സീറ്റുകൾ എഴുതി വെച്ചിട്ടുണ്ട്. അത് പോരാതെ നമ്മളിപ്പോ ഒരു ഗർഭിണിയാണെങ്കിലും ഈ പറഞ്ഞ മുതിർന്ന ആൾക്കാരാണ് എങ്കിലും നമ്മൾ ഇവരെ കാണും, വലിയ അമ്മയും കുഞ്ഞുമായിട്ട് കയറുമ്പോഴാണെങ്കിലും നമ്മൾ ഇരിക്കുന്ന സീറ്റിന്റെ മുകളിലേക്ക് നമ്മൾ ശരിക്കും നോക്കില്ല. ഇവരുടെ ആണോ എന്ന് എഴുതി വെച്ചിട്ടൊന്നും നമ്മൾ നോക്കാറില്ല. പലരും എന്താ ചെയ്യുക, നമ്മളിവരെ കാണും, നമ്മൾ ആ ഒരു സ്പോട്ടിൽ എഴുന്നേറ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ പിന്നെ ഇരിക്കുമ്പോഴും നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, സ്ത്രീകളുടെ സീറ്റ് ആണെങ്കിലും അംഗപരിമർ ആ ഒരു സമയത്തൊക്കെ നമ്മൾ ഇരിക്കും. പക്ഷെ മുതിർന്ന പോറയാണെങ്കിൽ ചിലപ്പോൾ പലപ്പോഴും ഞാൻ ഉൾപ്പെടെ ഇവർ ഇരിക്കാൻ മടിക്കാറുണ്ട്. ഇനിയിപ്പോൾ അവിടെ ആരും ഇല്ല, ഇപ്പൊ ബസ് ഒഴിഞ്ഞിട്ടാ പോകണമെന്നുണ്ടെങ്കിൽ ഓക്കെ നമ്മൾ ഇരിക്കും. അല്ലാണ്ട് ഇവർ വരുമ്പോൾ നമുക്ക് സംവരണം അല്ലെങ്കിൽ ഈ ഒരു രീതി തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ മുതിർന്ന പൗരരുടെ സീറ്റിൽ 2 പെൺകുട്ടികൾ ഇരിക്കുന്നുണ്ടായിരുന്നു. അത് KSRTC എന്തോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതേപോലെ ഒരു മിഡിൽ ഏജ്ഡ് കഴിഞ്ഞിട്ടുള്ള ഒരു മനുഷ്യൻ, അപ്പൊ അദ്ദേഹം ഇങ്ങനെ കയറിയിട്ട് ആ കുട്ടികളോട് തർക്കിക്കുന്നുണ്ട്, ഇത് മുതിർന്ന പൗരരുടെ സീറ്റാണ്, നിങ്ങളിവിടെ ഇരിക്കരുത്, നിങ്ങൾ ഫ്രണ്ടിൽ വേറെ സീറ്റുകളൊക്കെ ഇല്ലേ, അപ്പൊ അവിടെ പോയി നിൽക്കുമോ ഇല്ലെങ്കിൽ അവിടെ പോയി ഇരിക്കുമോ എന്ന് പറയുന്നുണ്ട്. അപ്പൊ കുട്ടികൾ ഭയങ്കരമായിട്ട് ഡിഫെൻഡ് ചെയ്യുന്നത് ഞാൻ കണ്ടു. അപ്പൊ ഞാൻ വിചാരിക്കുന്നുണ്ട്, ഇപ്പൊ ഒരു സ്ത്രീകളുടെ സീറ്റില് പുരുഷന്മാർ കയറി ഇരുന്നിട്ട്, സ്ത്രീകളെന്ന് എഴുതി വെച്ചിരിക്കുന്ന സീറ്റില് പുരുഷന്മാർ കയറി ഇരുന്നിട്ട് ഇമാതിരി ഡിഫെൻഡ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത്. അല്ല, അതാ ഞാൻ പറയുന്നത്. സ്ത്രീകളുടെ സീറ്റിൽ പുരുഷന്മാരുടെ സീറ്റിൽ സ്ത്രീകൾ കയറുന്നത് ഡിഫെൻഡ് ചെയ്ത് എന്താണ് ചോദിച്ചത്? അവസാനമായി ചോദിച്ചത് മുതിർന്ന പൗരന് ഉള്ള സീറ്റാണ്. മുതിർന്ന പൗരൻ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പോലെ ഒരു മധ്യവയസ്കർ കഴിഞ്ഞിട്ടുള്ള പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള സീറ്റ് ആയിരിക്കും. അപ്പൊ ആ സീറ്റിൽ 2 കുട്ടികൾ, ഒരു 21 വയസ്സ് ഉണ്ടാവും. ആ 2 കുട്ടികൾ കയറിയിരിക്കുകയാണ്. അപ്പൊ ഇദ്ദേഹം പറയുന്നുണ്ട് ആ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ്, കാരണം ഇതിന്റെ എഴുതി വെച്ചിരിക്കുന്ന കണ്ടില്ലേ, ഇത് ആ ഒരു സംവരണ സീറ്റാണ്, നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന് പറയുമ്പോൾ ഇവർ പറയുന്നുണ്ട് ഞാൻ എഴുന്നേറ്റ് കൊടുക്കാൻ സൗകര്യമില്ല എന്ന രീതിയിൽ പറഞ്ഞ് അവിടെ ഡിഫെൻഡ് ചെയ്തിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അല്ല, അത് ഈ ശുദ്ധ തോന്നിവാസം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം എന്താ പറയുക, ഈ വന്ധ്യവയോധികർക്കും പിന്നെ അംഗഭംഗം സ്ഥാപിച്ച ബാധിച്ച ആളുകളൊക്കെ ഉണ്ടല്ലോ, ഈ ദിവ്യാംഗർ എന്നാണ് ഇപ്പൊ പറയാ. അപ്പൊ അവർക്കൊക്കെ എഴുന്നേറ്റ് കൊടുക്കാൻ പറയുന്നത് ഇവന്റെ അത്ര ശാരീരിക ശേഷി, ഈ പറയുന്ന 21 വയസ്സുകാരൻ്റെ അത്ര ശാരീരിക ശേഷി ഉണ്ടാവില്ല അവർക്ക് എന്നുള്ളത് കൊണ്ടാണ്.
ഈ പറയുന്ന എന്താണ് ഈ പറയുന്ന ദിവ്യാംഗ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അവർക്ക് എന്തെങ്കിലുമൊക്കെ അംഗഭംഗ ബാധിച്ച ആളുകളായിരിക്കും. നേരത്തെ ഈ പുള്ളിയുടെ പോലെ തന്നെ ഈഗോ ഹേർട്ടിങ് ആയിരിക്കും. ചിലപ്പോൾ ഇവിടെ അവിടെ ഇരുന്ന സീറ്റല്ലേ കാണുമ്പോൾ അദ്ദേഹം മിഡിൽ ഏജ്ഡ് ആണെന്ന് പറയുമ്പോഴും ശാരീരികമായ പ്രശ്നങ്ങളൊന്നും ഇല്ല. അദ്ദേഹം റൂൾസ് വെച്ചിട്ടാണ് പറയുന്നത്, ഇത് മുതിർന്ന പൗരരെയാണ്, നമ്മുടെ ഏജ് അനുസരിച്ചിട്ടുള്ളവരാണ് ഇരിക്കേണ്ടത്. അപ്പൊ ഈ കുട്ടികൾ ചിലപ്പോൾ അളക്കുന്നത് ഇങ്ങനെയായിരിക്കും, ഇയാൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നിന്നോട്ടെ, പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഈ കുഴപ്പത്തിന് വേറെ കാര്യമുണ്ട്. ഈ കണ്ണിൽ കാണുന്നത് മാത്രമാണ് കുഴപ്പമെന്ന് വിചാരിക്കരുത്. ആ മനുഷ്യന് പ്രഷറോ ഷുഗറോ കൊളസ്ട്രോളോ അതുകൊണ്ടാണ് അവിടെ ഒരു വാഗ്വാദം ഉണ്ടാവുന്ന കാര്യം. അവർ എഴുന്നേറ്റ് കൊടുക്കാതെ ഇല്ല ഞങ്ങൾ ഇവിടെ തന്നെ ഇരിക്കും, ഞങ്ങളോട് ആരാ നിങ്ങളാരോ പറയും നമ്മളോട് എഴുന്നേക്കാൻ, ആ ഒരു രീതിയിൽ. പിന്നെ അവസാനം എഴുന്നേറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോഴും എന്താ ഇയാളോട് ഭയങ്കര ദേഷ്യമാണ് കാണിക്കുന്നത് അവിടെ. അല്ല, അത് കൃത്യമായിട്ട് അവിടെ കണ്ടക്ടർ ഇടപെടാത്തത് കൊണ്ടും നിയമത്തിന്റെ വഴിക്ക് നടപ്പിലാക്കാത്തത് കൊണ്ടും ഒക്കെയാണ്. നേരത്തെ പറഞ്ഞത് സ്ത്രീകളെന്ന് എഴുതി വെച്ചിരിക്കുന്ന സീറ്റിൽ മേ ബി പുരുഷന്മാരാണ് കയറിയിരിക്കുന്നതെങ്കിൽ ഇതായിരിക്കും അവിടെ സ്ഥിതി എന്ന് പറയുന്നത്. അല്ല, അതാ ഞാൻ പറഞ്ഞത്, സ്ത്രീകൾ എന്ന് എഴുതി വെച്ച സീറ്റിൽ പുരുഷന്മാർ കയറിയിരിക്കുന്ന സമയത്തും നോർമലി സ്ത്രീകൾ എഴുതി വെച്ച സീറ്റിൽ പുരുഷന്മാർ കയറിയിരിക്കുമ്പോൾ സ്ത്രീകൾ വന്ന് എഴുന്നേൽക്കാൻ പറഞ്ഞാൽ പല പുരുഷന്മാർ എഴുന്നേറ്റ് കൊടുക്കാറുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ ചിലർ പറയും എന്ത് അങ്ങനെ ഒരു കാര്യമൊന്നുമില്ല. ഇപ്പം ഞാൻ ഈ അടുത്ത് ഇതിനെപ്പറ്റി ഒന്ന് അന്വേഷിക്കാൻ തീരുമാനിച്ചിരുന്നു. അതായത് സ്ത്രീകൾക്ക് സംവരണം ചെയ്ത സീറ്റിൽ നിർബന്ധപൂർവ്വം നമ്മൾ എഴുന്നേറ്റ് കൊടുക്കേണ്ടതുണ്ടോ എന്നൊരു ചർച്ചാ വിഷയം ഈ അടുത്ത് പൊന്തി വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ഈ കാര്യത്തെ പറ്റി അന്വേഷിച്ചപ്പോൾ എനിക്ക് വ്യക്തമായ വിവരപ്പം കിട്ടിയിട്ടില്ല. എന്നോട് ഒരാൾ പറഞ്ഞത് അത് ഒരു റൂള് മാത്രമാണ്, നിർബന്ധിതമല്ലാത്ത ഒരു റൂളാണ് നടപ്പിലാക്കുന്നത് എന്നാണ് പറഞ്ഞത്. പക്ഷെ മറ്റൊരാൾ എന്നോട് പറഞ്ഞത് അങ്ങനെയല്ല, ബസ്സിന്റെ മുതലാളിമാർ ഉൾപ്പെടെ ബസ് ചട്ടങ്ങളിൽ ഇത്തരത്തിൽ എന്താണ് റിസർവേഷൻ വേണം എന്നൊരു നിയമമുണ്ട്. ഇനി ആ നിയമം തെറ്റിച്ചാൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ശിക്ഷയുണ്ടോ, അതിന് നിർവചനം ഏർപ്പെടുത്തിയിട്ടില്ല എന്നതാണ്. അതായത് ബസ്സിൽ അല്ലെങ്കിൽ ഈ പറയുന്ന പബ്ലിക് ട്രാൻസ്പോർട്ട് ഉൾപ്പെടെയുള്ള നമ്മുടെ ഗവൺമെന്റ് ബസ്സിലൊക്കെ കൃത്യമായിട്ടുണ്ട് പിഴ ഈടാക്കുമെന്ന് ആ ഒരു ബസ്സിൽ തന്നെ എഴുതി വെച്ചിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതെ, അത് അവരുടേതായ രീതിയിൽ എഴുതി വെക്കുന്നതായിരിക്കും. പക്ഷെ കേറുമ്പോൾ തന്നെ അവർ പറയുകയും ചെയ്യുന്നുണ്ട്. അല്ല, KSRTC അതൊരു സ്ഥാപനമാണല്ലോ, അതിന് അവർക്ക് അവകാശമുണ്ടല്ലോ. അവർ പറയുമ്പോൾ കയറുമ്പോൾ തന്നെ നമ്മളോട് പറയും സ്ത്രീകളുടെ സീറ്റിൽ ആരും കയറി ഇരിക്കരുത്, കാരണം ഇനി അടുത്ത സ്റ്റോപ്പുകളൊക്കെ ആകുമ്പോൾ സ്ത്രീകൾ കയറും, അതുകൊണ്ട് അത് മുന്നോടിയായി സ്ത്രീകൾ എഴുതിയിരിക്കുന്നതിന്റെ അല്ലാത്ത സീറ്റുകളൊക്കെ നിങ്ങൾ കയറിയിരിക്കാൻ പറയുന്നത് എപ്പോഴും. അതാണ് ഞാൻ പറഞ്ഞത്, KSRTC ഒരു സ്ഥാപനമാണ്, അർദ്ധ സർക്കാർ സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിന് അതിൻ്റെതായ റൂളുണ്ട്. ഇപ്പം ഒരു സ്വകാര്യ ബസ് മുതലാളിക്ക് തീരുമാനിക്കാം എന്റെ ബസ്സിൽ കയറുന്ന സ്ത്രീകളുടെ സീറ്റിൽ ഇരിക്കുന്നവർക്ക് ശിക്ഷ കിട്ടും, നിയമപ്രകാരം നടപടി എടുക്കുമെന്ന് പറഞ്ഞ് പരാതി കൊടുത്താൽ പരാതി എടുക്കും. ഇനി അതല്ല എങ്കിൽ നിർബന്ധപൂർവ്വം നടപടി എടുക്കാൻ പറ്റുന്ന റൂൾ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അത് വെച്ചിട്ട് ആ നിയമം മനസ്സിലാക്കിയിട്ട് ഞാൻ എഴുന്നേൽക്കില്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും. അല്ല, ഇപ്പൊ അടുത്തൊരു സ്ത്രീയോട് ചോദിച്ചതാണ്, ഞാൻ എഴുന്നേൽക്കില്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, നിങ്ങൾ കേസ് കൊടുക്കൂ എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രശ്നം ഉണ്ടായി. ഈ സമയത്ത് ഈ ബസ്സിന്റെ കണ്ടക്ടർ രേഖാമൂലം കൊണ്ടുപോയി പരാതി കൊടുത്തു. രേഖാമൂലം കൊണ്ടുപോയി പരാതി കൊടുത്തതോടുകൂടി എന്തായി, ഒരാളുടെ പരാതി കിട്ടിയിരിക്കുന്നു അവിടെ, അതോടുകൂടി സംഭവം കേസായി. അങ്ങനെയും സംഭവമുണ്ട്. അപ്പൊ അതുകൊണ്ട് ദയവായി എന്ത് ചെയ്യാതിരിക്കുക. ഇനിയിപ്പം ഞാൻ വേറൊരു കാര്യം പറയാം. ഇപ്പൊ പെട്ടെന്ന് ഒരാൾ തലകറങ്ങി വീഴുന്നു, ഒരു സ്ഥലത്ത് ഒരു ആണ് തലകറങ്ങി വീഴുന്നു, പുരുഷൻ തലകറങ്ങി വീഴുന്നു. പെട്ടെന്ന് അവിടെ തൊട്ടപ്പുറത്ത് ഈ സീറ്റാണുള്ളത്. ആ സ്ത്രീയോട് ഒന്ന് പറയും, ഒന്ന് എഴുന്നേൽക്കും, ഒന്ന് അവിടെ ഇരുന്നോട്ടെ എന്ന് പറയും, ഇത് എന്റെ സീറ്റാണ്, എനിക്ക് എഴുന്നേൽക്കാൻ സൗകര്യമില്ല എന്ന് പറയുന്നവരോട് എനിക്ക് യോജിപ്പില്ല. കാരണം അവിടെ മനുഷ്യത്വത്തിന്റെ മൂല്യം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതും പാലിക്കാൻ ആര് തയ്യാറാവണം? സ്ത്രീകളും തയ്യാറാവണം. ആ രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടത്. പക്ഷേ ദൗർഭാഗ്യവശാൽ സ്ത്രീകളുടെ സീറ്റ് ഇതൊക്കെ പറയുന്ന സമയത്ത് അതിനെതിരെ ഒന്ന് മൂപ്പിക്കാൻ കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ എന്തായാലും ഈ വനിതകൾ കൊടുത്ത പണി ഒന്നൊന്നര പണിയാണ്. ഇനി മേലാൽ ഈ ചങ്ങായി ഒരു മെട്രോയിലും കയറിയിട്ട് സ്ത്രീകളുടെ സീറ്റിൽ ഇരിക്കില്ല. ആ തരത്തിലുള്ള പണി അവർ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം.